വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു. മലപ്പുറം ആസ്ട്രം മിംസിലെ ഡോക്ടർമാർ വൃക്കരോഗികളിൽ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത്. ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ഫേസ് ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കിഡ്നി ഡിസീസസ് വരുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് അതിനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് സർ? ഒപിയിൽ ഇപ്പോഴും അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ടോ? ഇപ്പോൾ നമ്പേഴ്സ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി വന്നു, 18 വയസ്സുള്ള കുട്ടി, ഈ ഫേസ് ക്രീം യൂസ് ചെയ്തിട്ട്. അവർക്ക് അറിയാതെ പ്രശ്നം ഉണ്ടാക്കും, എന്നാലും യൂസ് ചെയ്യണം. കാരണം അതിന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഡോപ്പമിൻ സർജാണ് വരിക. അപ്പോൾ ഒരു ഡ്രഗ് അടിച്ചാൽ കിട്ടുന്ന ഫീലാണ് കിട്ടുന്നത്. മുമ്പ് ഭംഗിയില്ലാത്ത ആൾ ഭംഗിയായി, അപ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഒരു ഡോപ്പമിൻ സർജ് വരുമ്പോൾ അത് പിന്നെയും ആൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കേസുകൾ വരുന്നുണ്ട്. പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഇപ്പോഴും ആമസോണിൽ അവൈലബിൾ ആണ് പ്രോഡക്ട്സ് ഒക്കെ. സ്റ്റഡീസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രീംസിലൊക്കെ മെയിൻലി കണ്ടന്റ് ഓഫ് മെർക്കുറി ആണ് ഹൈ. അതെന്ന് വെച്ചാൽ ഫെയർനെസ് കൂട്ടാനും അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാനും വേണ്ടിയിട്ട് മെർക്കുറിയുടെ കണ്ടന്റ് ആണ് ഹൈ. അപ്പോൾ മെർക്കുറിയുടെ കണ്ടന്റ് ഹൈ ആയ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് ഒരു റിസ്ക് ഉള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ പുറത്ത് തേക്കുന്നതാവാം, ചിലപ്പോൾ കഴിക്കുന്നതാവാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഇങ്ങനൊരു ടോക്സിസിറ്റി, കിഡ്നിയോടുള്ളൊരു ടോക്സിസിറ്റി ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യം ആണ് ബേസിക്കലി ദ മെസ്സേജ് ദാറ്റ് ഹാസ് ടു ഗോ ഔട്ട്.